We're ready for the second day, you guys. Taking my hat too. എൻ്റെ ചീർപ്പെടുത്ത് ബാഗിലിടുന്ന എൻ്റെ മാപ്പിള. What we say, husband in Malayalam, we say Piyapala. Piyapala. Yeah. Piyapala. Okay. See you guys. Hey, hello, assalamu alaikum and welcome back to the second episode of our Thailand vlog series. അപ്പോൾ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തൊരു വ്ളോഗിൻ്റെ താഴെ ഞാൻ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടു, എന്താ ഇംഗ്ലീഷിൽ സംസാരിക്കണേ, ആദ്യത്തെ പോലെ മലയാളത്തിൽ സംസാരിച്ച പോലെ എന്താ സ്റ്റൈലാക്കി ഇംഗ്ലീഷിൽ സംസാരിക്കണേ. ഞാൻ ചുമ്മാ സെമീനെ കളിയാക്കി എൻ്റെ ഒരു ആക്സെൻറ്റ് അങ്ങനെ ആക്കുന്നതാണ്. ജോക്സ് അപ്പാർട്ട്, ആൾക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷിലേ സംസാരിക്കുകയുള്ളൂ. അത് ഞാൻ മുന്നേയും എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ എനിവേസ് അത് ഞാനൊന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ ഇന്ന് നമ്മുടെ പട്ടായയുടെ സെക്കൻഡ് ഡേ ആണ്. അതായത് ഇന്ന് പ്രത്യേകിച്ച് ഐറ്റിനറി ഒന്നും ഇല്ലാണ്ടുള്ളൊരു പോക്കാണ് കേട്ടോ. പിന്നെ നമ്മൾ എവിടെ പോവുകയാണെങ്കിലും ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് റിവ്യൂസൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത്. കാരണം തായ്ലൻഡ് ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഹലാൽ ആൻഡ് നോൺ ഹലാൽ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മൾ ഹലാൽ റെസ്റ്റോറൻറ്റ്സ് നോക്കിയിട്ടാണ് പോവാറ്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചൊരു സ്പോട്ടാണ് ഈ മെയ്സ് പട്ടായ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ എങ്ങാനും പട്ടായൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ബട്ട് ഇവിടേക്കുള്ളൊരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ ലോക്കൽ ലാംഗ്വേജ് അറിയില്ല, അതായത് തായ് ലാംഗ്വേജ് അറിയില്ല. പിന്നെ കുറച്ച് പേർക്ക് മാത്രമേ നമ്മൾ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അവരുടെ മെനു നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിനകത്ത് പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് വേണം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ്. പക്ഷെ നല്ല വൈബും നല്ല ആംബിയൻസൊക്കെ ഉള്ളൊരു കഫേ ആയിരുന്നു. So me try it now. It's kind of a mint lime pole. Refreshing. നമുക്ക് ആദ്യം നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അവർ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഒരു മിൻറ്റ് ലൈം പോലത്തെ ഒരു ചെറിയൊരു ബൗളിൽ അവർ കൊണ്ടുതരും. പിന്നെ നമ്മളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ എന്തോ മൊഹിത്തോ പോലത്തെ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പാഷൻ ഫ്രൂട്ട്? Sour, but it's nice. No prawns. I want prawns. Only prawns. Okay. And this one is part of the noodles. Yes. Noodles, right? See my chicken's wallpaper, guys. One is from my nikah and the other one is from our reception. How is it? Amazing. I wanted to ask you, this one, can I get one more? അങ്ങനെ നമ്മൾ 2 സാധനമാണ് ഓർഡർ ചെയ്തത്. അതായത് പൈനാപ്പിൾ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ പാഡ് തായ് നൂഡിൽസും കേട്ടോ. ഈ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് ഭയങ്കര റിച്ച് ആയിരുന്നു, കാരണം അതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സകലമാന സാധനങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പാഡ് തായ് നൂഡിൽസ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. പടച്ചോനാണ് തായ് ഫുഡൊന്നും വായ വെക്കാൻ കൊള്ളില്ല എന്ന് വിചാരിച്ച് വന്ന ആളാണ്, പക്ഷെ ഞാൻ വരെ കഴിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് നേരെ പോയത് പട്ടായയിലുള്ള ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് അവിടെ പോവാം. I cannot take a boat inside after separately? This all freedom package. All this thing. Yes, please. And this one, what I should put in the chair? Thank you. Thank you. See you. Okay guys, so we are at the floating market. So I'll show you around. See the hats? Wow.
Aku stretching dulu. പിന്നെ ഞാൻ അവിടുത്തെ മാർക്കറ്റ് നടന്നിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. അതായത് തായ് ലോക്കൽസ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ആ ഒരു തായ്ലൻഡ് കൾച്ചർ എല്ലാ പ്രോഡക്ട്സിലും നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ളൊരു കംപ്ലീറ്റ് മാർക്കറ്റാണ് കേട്ടോ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ അകത്ത് കാണാൻ പറ്റിയത്. പിന്നെ മെയിനായിട്ട് ഈ ദൂരിയാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. നമ്മൾ തായ്ലൻഡ് മലേഷ്യയിൽ പോയതുകൊണ്ട് അവിടെ കണ്ട് ഏകദേശം ഒരു സിമിലർ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും കാണാനുള്ളത്. ഞാൻ ആക്ച്വലി ഒരു തായ്ലൻഡിൻ്റെ സോവനീറും തപ്പി നടത്തിയിരുന്നു. എനിക്ക് ഇപ്പം സ്ഥലങ്ങളിൽ പോയിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം കളക്ട് ചെയ്യുന്ന ഒരു ഹോബി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ മലേഷ്യയിൽ നിന്നൊക്കെ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഒടുക്കത്തെ വിലയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ട, നമുക്ക് ഇനി ബാങ്കോക്ക് പോകുന്നുണ്ടല്ലോ അപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ ബോട്ടിൽ കയറാനുണ്ട്. അതിന് മുന്നേ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പരന്ന് കിടക്കുന്ന ഒരു ലോകമാണ്. അപ്പം അത് മൊത്തം ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് ബോട്ടിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെമിയും കൂടി ഇങ്ങനെ പരത്തി ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം, അതായത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം, ഇത് വേറെ സ്ഥലങ്ങളിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ നിന്ന് കഴിച്ചതുകൊണ്ട് എനിക്കതൊരു തായ്ലൻഡ് സ്പെഷ്യൽ ഐസ്ക്രീം ആയിട്ടാണ് തോന്നിയത്. പിന്നെ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ ഈ കാഴ്ച. അവിടുത്തെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ കംപ്ലീറ്റ് ഡെക്കോറും സ്ക്രാച്ച് എന്നാണ്. അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. ബോട്ടിൽസൊക്കെ പ്ലാസ്റ്റിക് എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് അവിടെ പോയാൽ മനസ്സിലാവും നമുക്ക്. അങ്ങനെ ഇതായി ഒരു ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഞാൻ ഫുള്ളായിട്ട് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അത് നമ്മൾ ഇനി വരുമ്പോൾ. എന്താ നിനക്കൊരു ജെലസി? What is this? Huh? What is this? Crocodile. Crocodile. ക്രോക്കോഡൈലിന്റെ ഇറച്ചിയാണ് ഗായ്സ്. It is. ഒരു തായ്ലൻഡ് ട്രിപ്പിൽ മൊത്തത്തിൽ കഴിച്ചതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ ഒരു ബനാന പ്ലസ് എഗ് ക്രെപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ബനാന പ്ലസ് എഗ് വെച്ച് നമുക്ക് ചെയ്യാം, അതുപോലെ മാംഗോ പ്ലസ് എഗ്സ് വെച്ച് നമുക്ക് ചെയ്യാം, ദൂരിയാൻ പ്ലസ് എഗ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. മറ്റേത് രണ്ടും ഒരു വിയേർഡ് കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ ബനാന ആൻഡ് എഗ്സിനാണ് പറഞ്ഞത് കേട്ടോ അവരുടെ അടുത്ത്. ഇത് ആ ബോട്ടുള്ളത് വെള്ളത്തിലാണ്, ആ വെള്ളത്തിൽ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയത്. സോ ഈ ഒരു കോൺസെപ്റ്റാണ് കംപ്ലീറ്റ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ. മൊത്തം അവരുടെ സെല്ലിങ്ങും ഷോപ്സും ഒക്കെ ഈ ഒരു ബോട്ടിൽ വെള്ളത്തിലായിരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ ബോട്ടിലൂടെ നടന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ സാധനം മേടിക്കണം. അതാണ് ഒരു കോൺസെപ്റ്റ്. അങ്ങനെ ഞാൻ ഈ ഒരു ബനാന ക്രെപ്പിന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 50 TBH അങ്ങനെ എന്തോ, THB ആണോ TBH ആണോ, അങ്ങനെ എന്തൊരു സാധനം, തായ്ലൻഡ് ബഹത്ത് എന്നാണ് ആ പേര്. അപ്പം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അതിന് വെയിറ്റ് ചെയ്യണം. അവരുടെ ആ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. അതാണ് ഞാനത് മൊത്തത്തിൽ വ്ലോഗിൽ ആഡ് ചെയ്തത് കേട്ടോ, നിങ്ങൾക്കും കൂടെ കാണാമല്ലോ. Thank you.
അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഇനി നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. പിന്നെ നമ്മൾ ബോട്ടിൽ കയറുമ്പോൾ നമുക്ക് 2 കൂപ്പൺസും കൂടെ കിട്ടും. നമുക്കൊരു ഫ്രീ ഡെസേർട്ട് അവർ തരും, അതുപോലെ തന്നെ നമുക്കൊരു ഫോട്ടോ കൂപ്പണും കൂടി ഉണ്ട്. അങ്ങനെ തന്നൊരു ഡെസേർട്ടാണ് അത്. എനിക്ക് തോന്നുന്നു തായ് ലോക്കൽസിൻ്റെ എന്തോ ഒരു ഡെസേർട്ടാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി ഫുൾ ആയതുകൊണ്ട് നമുക്ക് അധികം കഴിക്കാൻ പറ്റില്ല. പിന്നെ എന്താ ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ കണ്ട് ബോട്ട് സവാരി ആയിരുന്നു മെയിനായിട്ട്. അതിൻ്റെ കൂടെ നമ്മളെ വീഡിയോസും ഫോട്ടോ എടുക്കലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. സംഭവം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ലൈഫിൽ വൺ ടൈം എന്തായാലും ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോ ആണ് ഇപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കൊണ്ട് തന്നെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഗ്രാബ് എടുത്ത് ഹോട്ടലിലെത്തി. നമുക്ക് ഡിന്നർ നമ്മൾ KFC ആയിരുന്നു ഓർഡർ ചെയ്തത്. KFC is one which we're gonna eat today. Okay, show the box. Wow, so good. So good. This is the sauce that you don't get in GCCs or in India. It's called the... What Okay, it is? bye. I don't It's know. written in It's Thai. in Thai. Have it, have it. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇന്ന് നമ്മൾ തിരിച്ച് ബാങ്കോക്കിലേക്ക് പോവാണ്. അതായത് പട്ടായയിൽ നിന്ന് തിരിച്ച് ബാങ്കോക്കിലേക്ക് ഒരു 2 hours ബസ് എടുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കഫേയിൽ കയറിയിട്ട് ബട്ടർ ക്രോസോണും അതുപോലെ തന്നെ എന്തൊക്കെയോ ഐസ്ഡ് ക്യാപ്ച്ചിനോയും ഐസ്ഡ് മാച്ച അങ്ങനെ എന്തോ ഒരു സാധനമൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ. അങ്ങനെ നമ്മൾ നേരെ ബസ് കയറി ഇനി ഒരു 2 മണിക്കൂർ അങ്ങനെ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടാണ്. നല്ലൊരു മഴയൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് പോയി, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം സെമി വീഡിയോ എടുക്കാൻ എൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും എൻ്റെ ഹസ്ബൻഡാണ്. ആൾക്ക് ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. സോ എനിക്കെല്ലാം എടുത്തു തരും. ആദ്യമൊന്നും എൻ്റെ വ്ളോഗിൽ എൻ്റെ തലയെ കാണാറില്ല, കാരണം ഞാൻ തന്നെയാണ് എൻ്റെ വ്ളോഗ്സും എല്ലാം എടുക്കാറ്. അപ്പം എന്നെ കാണാറില്ല, പക്ഷെ ഇപ്പം കുറച്ചൊക്കെ എന്നെ കാണും, കാരണം ആളെടുത്ത് തരുന്നതുകൊണ്ടാണ്. അതിലേതായാലും ഞാൻ ബ്ലെസ്ഡ് ആണ്. പിന്നെ നമ്മളിത് അടുത്ത ലഞ്ചിന് എന്ത് കഴിക്കും എന്നുള്ളത് ആൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം പോസ്റ്റായെങ്കിലും എങ്ങനെയൊക്കെയോ അവിടെ എത്തി. ഇനി നമ്മൾ നേരെ ഗ്രാബ് എടുത്തിട്ട് നമ്മൾ ബാങ്കോക്കിൽ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്ക് പോവാണ്. അതിൻ്റെ ഇടയിൽ സെമിക്ക് ഇംഗ്ലീഷ് അറിയുന്നൊരു തായ് ലോക്കലിനെ കിട്ടിയിട്ടാണ്. അപ്പോൾ ആളെടുത്ത് ഫുൾ കാറിൻ്റെ സംഭവങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡ് ഒരു കാർ മാനിയാക്കാണ്, അതായത് കാറിനെ പറ്റി ഒരുപാട് ക്രേസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവിടുത്തെ തായ് കാറുകളൊക്കെ ഒരുവിധം മോഡിഫൈഡ് ആണല്ലോ, സോ അതിനെപ്പറ്റി ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ പുതിയ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂം ടൂറും ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വ്ളോഗിലിടാം. സീ യു ഓൾ ഇൻ ദ വ്ളോഗ്. ടാറ്റാ.